സാരിയൊക്കെ എടുത്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. എന്നെ കാണുമ്പോൾ ഇവരുടെ ഒരു റിയാക്ഷനെ കാണിച്ചാൽ കേട്ടോ. വളതിലുണ്ടാ ഞങ്ങളുടെ എല്ലാ സാരികളും ഇവിടെ. കഴിച്ചോളൂ 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 കഴിച്ചോളൂ. 500 ഇസ്തിരിട്ടില്ല ഇസ്തിരിട്ടിട്ടില്ല. അല്ല ഇതാ മറ്റേ കടയിൽ നിന്ന് വാങ്ങിച്ച ആദ്യം വാങ്ങിച്ച. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കിട്ടാ ക്യാമറ
എന്റെ ഫ്രണ്ടില് നല്ല രീതിയിൽ രാജസ്ഥാൻ ട്രിപ്പ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ദൂരമുണ്ട് ഓരോ സ്ഥലങ്ങളും തമ്മിൽ. ഞങ്ങൾ 8 രാത്രി 9 പകലുള്ള ഒരു ട്രിപ്പായിരുന്നു. എന്നെ സംബന്ധിച്ച് 10 ദിവസമാണ്. ഞാൻ 3-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ 12-ാം തീയതി. നല്ല പ്രായമുള്ളവരായിരുന്നു. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. 75 ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാവരും ഒരു 17 പേര് സീനിയർ സിറ്റിസണാണ്. അതിൽ തന്നെ 70 കഴിഞ്ഞവരാണ് പലരും. ചെറുപ്പം എന്ന് പറയാൻ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും പ്രജിയാണ്. ഞങ്ങളാണെങ്കിലും 40s ഒരു 27കാരിയുണ്ട്. ബാക്കി എല്ലാവരും 50, 60, 70 ഒക്കെ പ്രായമുള്ളവരായിരുന്നു. പക്ഷേ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കവച്ച് വെക്കുന്ന എനർജി ആയിരുന്നു ടീമിന്. അങ്ങനെ ട്രിപ്പ് തീരെയാണ്. ഉദയ്പൂരാണുള്ളത്. ഉദയ്പൂരിൽ നിന്ന് ഫ്ലൈറ്റാണ് കൊച്ചിയിലേക്ക്. ഓരോ ദിവസം ട്രിപ്പ് തീരുമ്പോൾ ഒരു സമാധാനമാണ്. കഴിഞ്ഞു ഓരോ ദിവസം കഴിയാണല്ലോ. പക്ഷേ ഇന്നിപ്പോൾ സങ്കടമാണ്. കാരണം ഇവരെ നാളെ മുതൽ കാണില്ല.
ഫാമിലി പോലെയാണ്. വരുമ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായിരുന്നു. കാരണം ആദ്യമേ പറവയുടെ കൂടെ വന്നിട്ടുള്ള ഒരു ഫാമിലി പോലത്തെ ടീമാണ്. വീണ്ടും മോർ ക്ലോസ് ആയി. എനിക്കിങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഹാപ്പി, അടിപൊളി. ഓക്കെ, ബൈ, വിൽ മീറ്റ് അഗെയിൻ. फिर मिलेंगे. അപ്പോൾ എങ്ങനെയുണ്ട് യാത്ര? നന്നായിരുന്നു, അടിപൊളി, എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓക്കെ. സുമ ചേച്ചി എങ്ങനെയുണ്ടായി രാജസ്ഥാൻ? എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ പറയട്ടെ, എന്തൊക്കെ ചെയ്തില്ല. അത്രയും സന്തോഷമായി. ജോസേട്ടൻ അങ്ങനെ നമ്മുടെ ടീം നമ്മൾ താങ്ക് യു. പോകുന്നു, ഞങ്ങൾ പോകുന്നു. फिर मिलेंगे बात बात. टाटा. फोन കൂടെ കാണാം. The wind hums songs at the break of day, whispering pines, secrets untold. കുറേ എയർപോർട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് എയർപോർട്ടാണ് ഹൈദരാബാദ്. ഹൈദരാബാദ് എയർപോർട്ട് ലൈൻ ടെർമിനൽ പുതിയതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ലോഞ്ച്, ഐ മിസ് സഹല. കുഞ്ഞോട് ഞാനും കൂടി ഇവിടെ ലോഞ്ചിൽ വന്നിട്ട് ഫുൾ ഫുഡ് കഴിച്ച് മുതലാക്കിയതായിരുന്നു. നമ്മൾ ലിൻ്റെ ചേച്ചിമാരിതാ വരുന്നു. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. ഹൈദരാബാദ് എയർപോർട്ട്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നല്ലൊരു തെളിച്ചല്ലേ. ഒരു 10 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട്, അതും രാജസ്ഥാൻ പോലത്തെ ഒരു മരുഭൂമി കാണാൻ പോയിട്ട് ഇത്രയും തെളിച്ചമുണ്ടാവണമെങ്കിൽ അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സന്തോഷമാണ് കാണിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ട്രിപ്പ്, ആ ടീമിൻ്റെ ഒരു കെമിസ്ട്രി, ആ മനുഷ്യന്മാർ, ഞാൻ യാത്ര ചെയ്ത് എൻ്റെ പറവയുടെ ടീമിൽ വന്ന ഞങ്ങൾ 32 പേര്, ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് സദ്യ കഴിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒന്നും കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, പലതും പല അളവിലാണ്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചോറിൻ്റെ അത്ര ഉപ്പിടുന്നല്ലോ. അപ്പോൾ ഉപ്പിൻ്റെതായ സ്ഥാനമുണ്ട്, അരിക്ക് അരിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുപോലെ പെർഫെക്റ്റ്ലി കമ്പൈൻ ചെയ്ത കുറേ ഇൻഗ്രീഡിയൻസ്, 32 ഇൻഗ്രീഡിയൻസ് ഒരു വലിയ ബസ്സിൽ ഒരു ചട്ടിയിൽ ഇട്ടിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലത്തെ ഒരു അടിപൊളി ടീമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് എയർപോർട്ടിൽ ബോർഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ, യാത്ര പറയുമ്പോൾ എനിക്കെപ്പോഴും കറച്ച് വരാറുണ്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും ടീമായിട്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ്, ഒരു ക്ലയൻറ്റ് പൊട്ടിക്കരഞ്ഞത്. സുമതി ചേച്ചി ഇങ്ങനെ ഹൃദയം, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. പറവ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. പല ആളുകളുടെയും കൂടെ പല നല്ല ട്രിപ്പുകളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പല നല്ല ട്രിപ്പിലെ ആളുകളാണ് ഈ ട്രിപ്പിന് വന്നതും. അപ്പോൾ ബുക്ക് ചെയ്യുന്നവരടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ട്രിപ്പ് മിസ് ചെയ്യരുത്, കാരണം ഈ ടീം അത്ര അടിപൊളിയാണെന്ന്. രാജസ്ഥാൻ ഇനി നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും, പക്ഷേ ഈ ടീമിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഈ ഒരു അവസരം ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്യാൻസൽ ആവുന്നവരോടത്തൊക്കെ. അത് ശരിയായിരുന്നു, കാരണം അത്രയും നല്ലൊരു ടീമായിരുന്നു. ഈ ടീമിനെ ഇനി എപ്പോഴും മിസ് ചെയ്യും. സോ അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് എൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്.